കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോയാലോ? ഇന്ന് പോകുന്ന ട്രെയിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണ് ഈ ട്രെയിൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 11 മണിക്ക് രാമേശ്വരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടുന്ന് ട്രെയിൻ കയറി ആദ്യം കന്യാകുമാരിയിലേക്ക് പോകണം. വൈകുന്നേരം 6 മണിയായി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെയായിരുന്നു പഴയ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ പൊളിച്ചു. പിന്നെ ഇവിടെ റെൻ്റ് ബൈക്കിൻ്റെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്, അവിടെ ഇപ്പോൾ അസൗകര്യം ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ നേരിട്ട് നാഗർകോവിൽ ഭാഗത്തേക്ക് ബസ്സൊക്കെ കിട്ടും. ഇന്ന് ഈ സമയത്ത് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. ഞാൻ നല്ല മഴയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കുടയൊക്കെ എടുത്ത് വന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകുന്നത് പരശുറാം എക്സ്പ്രസ്സിനാണ്. 6:30 ആകുമ്പം വണ്ടി ഇവിടെ എത്തും. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. ഇനി ഇപ്പോൾ നേരെ അകത്തേക്ക് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് ഷീറ്റൊക്കെ ഇട്ടത് കാണാം. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ് തിരുവനന്തപുരം സെൻട്രൽ. പരശുറാം എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരിക. ട്രെയിൻ നമ്പർ 166-49 പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതാ കടന്നു വരികയാണ്. പരശുറാം എക്സ്പ്രസ് 6:50. ശരിക്കും കന്യാകുമാരിയിലേക്ക് നമ്മുടെ ട്രെയിനില്ലേ, അതിൻ്റെ ഒരു കണക്ഷൻ ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇത്. 7:10 അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. കന്യാകുമാരി കൊല്ലം മെമു വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വണ്ടി ഇവിടെ നിർത്തുകയുണ്ടായി. പിന്നെ അങ്ങോട്ട് സിംഗിൾ ലൈൻ ആണല്ലോ. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഉള്ളത് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസ് ആണ്. അങ്ങനെ തിരുവനന്തപുരത്തിനോട് വിടാം. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് അൺറിസർവ്ഡിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ഞങ്ങൾ റെയിൽ വൺ ആപ്ലിക്കേഷൻ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. 97 രൂപയെ ടോട്ടൽ ആയുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അതായത് നേമത്ത് ഒരു ക്രോസിംഗ് ആണ്. ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ഇപ്പോൾ വരും. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനാണിത്. ഏഴ് 50 ട്രെയിൻ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കുകയാണേ. തിരുവനന്തപുരത്ത് തന്നെ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം, അതായത് നൂൽപുട്ടും ഒരു വെജ് കുറുമയാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തൈരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനായ പാറശാല 8:20 ഇപ്പോൾ. പാറശാലയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇറങ്ങാൻ. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടണലുണ്ട്. അത് കയറി ഇറങ്ങുന്നത് പിന്നെ നേരെ തമിഴ്നാട്ടിലേക്കാണ്. ഒമ്പത് 25 ട്രെയിൻ ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലെത്തിയേ. ഇന്ന് വണ്ടി കുറച്ച് ഡിലേ ആണ്, കാരണം ക്രോസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം അങ്ങനെ പോയി. കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ്സിന് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് 11:15 വണ്ടി പോവുക. ഞങ്ങൾ പിന്നെ കന്യാകുമാരിയിലേക്ക് പോകാൻ കാരണം വീഡിയോ ഒക്കെ പകർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. നാഗർകോവിൽ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് കന്യാകുമാരി. സ്റ്റേഷന്റെ കോഡ് NCG ആണ്. തിരുവനന്തപുരത്ത് നിന്നും 87 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:48 ഈ 87 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഈ ട്രെയിൻ എത്ര സമയമാണ് എടുത്തതെന്ന് നോക്കിയേ. നമ്മൾ വന്ന പരശുറാമ ഇനിയിപ്പോൾ നാളെ രാവിലെ 3:45 തിരിച്ചിനി മംഗളൂരുവിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ക്ലീനിങ് ഒക്കെയാണ്. നമുക്കിന്ന് പോകാനുള്ള കന്യാകുമാരി രാമേശ്വരം സൂപ്പർഫാസ്റ്റ് ഓൾറെഡി ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ വലിയൊരു ബോർഡ് കാണാം.
ട്രെയിനിൻ്റെ നമ്പർ തന്നെ ആദ്യം പറയാം. കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുമ്പോൾ ട്രെയിനിൻ്റെ നമ്പർ 22 622 ആണ്. തിരിച്ചു വരുമ്പോൾ 22 621. ഇവിടെ കാണുന്ന ഈ ഒരു ആരോ മാർക്കിലുള്ള നമ്പർ ഇവർ കൊടുത്തത് തെറ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ ചിത്രത്തിൽ തന്നെ കന്യാകുമാരിയുടെ ഒരു ഫോട്ടോ കാണാം. തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെയും വിവേകാനന്ദ പാറയുടെയും നല്ലൊരു ചിത്രമുണ്ട്. രാമേശ്വരത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രമാണുള്ളത്. പിന്നെ ഈ വണ്ടി റേക്ക് ഷെയറിംഗ് ഉണ്ട്. രാമേശ്വരം തിരുപ്പതി എക്സ്പ്രസ് ആയിട്ട് അതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. തിരുപ്പതിയുടെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട്. വണ്ടിയിൽ കയറാൻ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത്രയും സമയമായിട്ടും ഇവിടെ ലോക്കൊന്നും കപ്പിൾ ചെയ്തില്ല കേട്ടോ. കുറച്ച് ടൈം എടുക്കും. നമുക്ക് എന്തായാലും മുന്നിലോട്ട് പോവാം. കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസിൻ്റെ ലോക്കോ ഇതാ അങ്ങനെ വന്നിരിക്കുകയാണ്. WAP4 ആണ്. പിന്നെ ലോക്കോ റിവേഴ്സിലുണ്ട് കേട്ടോ, മധുരയിൽ നിന്ന്. കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് ട്രെയിൻ വഴി പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2 ട്രെയിനുകളാണ് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊക്കെ രാമേശ്വരത്തേക്ക് പോയത് നേരെ മധുരയിൽ പോയി, മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ട്രെയിനൊക്കെ കയറിയിട്ടാണ് മുമ്പൊക്കെ പോയിട്ടുണ്ടായത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, ഒരു 3-4 വർഷം മുന്നേ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ചൊവ്വാഴ്ച, അതായത് ഒരു വീക്കിലി വേണ്ടിയിട്ട് കോയമ്പത്തൂർ രാമേശ്വരം എക്സ്പ്രസ് ചൊവ്വാഴ്ച രാത്രി 7:45 വിടുന്ന വണ്ടിയാണ്. ബുധനാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് അത് രാമേശ്വരം എത്തുന്ന വണ്ടിയാണ്. ഞങ്ങൾ അതിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് 2 ഡയറക്റ്റായിട്ട് വണ്ടികളുണ്ട് രാമേശ്വരത്തേക്ക് തന്നെ. നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്ന് കാര്യം പറയുകയാണെങ്കിൽ മംഗലാപുരത്ത് നിന്ന് എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 രാമേശ്വരത്തേക്ക് പോകുന്ന ഒരു വീക്കിലി വണ്ടിയുണ്ട്. ഞങ്ങൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാമേശ്വരത്ത് എത്തുന്ന വണ്ടിയാണ്. അന്നേനകത്ത് വണ്ടി തിരിച്ച് മംഗലാപുരത്തേക്ക് വരികയും ചെയ്യും. അത് നമ്മുടെ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ്. കാരണം വെച്ചാൽ മംഗലാപുരം വിട്ട ശേഷം കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, പാലക്കാട്, പൊള്ളാച്ചി, പഴനി, മധുര വഴിയാണ് ആ വണ്ടി പോകുന്നത്. ഇനി തെക്കൻ കേരളത്തിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി ഒരു വണ്ടിയുണ്ട്, അമൃത എക്സ്പ്രസ്. മുംബൈ മധുര വരെ ഉണ്ടായ വണ്ടിയാണ്. ഇപ്പോൾ അത് രാമേശ്വരം വരെ കുറച്ച് നാളുകൾക്ക് മുന്നേ നീട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 8:30 തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് എടുക്കുന്നത്. കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, പഴനി, മധുര വഴിയാണ് വരുന്നത്. പിറ്റേ ദിവസം ഉച്ച ഒരു 12 മണിയോടുകൂടിയാണ് വണ്ടി രാമേശ്വരത്ത് എത്തുന്നത്. അപ്പോൾ തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും തിരുവനന്തപുരത്തേക്ക്. പക്ഷേ ആ ഒരു വണ്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഏകദേശം 17 മണിക്കൂറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് രാമേശ്വരം വരെ ഓടിയെത്താൻ വേണ്ടിയിട്ട്. 17 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം വരുന്നില്ല. അതാണ് സമയമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ആ ട്രെയിനെ കുറിച്ച് കാര്യം പറയുകയാണെങ്കിൽ. അപ്പം കായംകുളത്തിന് ശേഷമൊക്കെയാണെങ്കിൽ ആ വണ്ടി ഓക്കെ എന്ന് പറയാം. പക്ഷേ തിരുവനന്തപുരം കൊല്ലംകാർക്ക് കുറച്ച് ടൈം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിനിൻ്റെ കാര്യം പറയുന്നത്. അതായത് ഇതിന് വെറും 7 മണിക്കൂറേ ഉള്ളൂ ഇത് ഈ കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം വരെ. അപ്പം ഇത് ആഴ്ചയിൽ 3 ദിവസമുള്ളത്. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും കന്യാകുമാരിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 11 മണിക്കാണ് പുറപ്പെടുന്നത്. 7 മണിക്കൂർ കൊണ്ട് തന്നെ കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം വരെ എത്തും. അതുകൊണ്ടാണ് വീടിൻ്റെ തുടക്ക ഭാഗത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരംകാർക്കും അതുപോലെ തന്നെ കൊല്ലം ഭാഗത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ട്രെയിനിന്റെ നല്ല തമിഴ് അനൗൺസ്മെന്റ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ട്രെയിനിലാകെ അൺറിസർവ്ഡും സ്ലീപ്പർ ക്ലാസ്സും 3rd AC മാത്രമേ ഉള്ളൂ. 2nd AC ഒന്നും ഇല്ല. 2016 നിർമ്മിച്ച S6 ആണ് നമ്മുടെ കോച്ച്. കയറിയേക്കാം. 11ഉം 14ഉം ആണ് ബെർത്തുകൾ. ഇവിടെ തന്നെയാണ് 14 ഇതാ ഇവിടെ, 11 ഇതാ ഇവിടെ. ഈ 2 അപ്പുറത്താണ് ഞങ്ങൾ പ്രിഫറൻസ് കൊടുത്തെടുത്തത്. ബെർത്തുകളുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കോച്ച് തന്നെയാണ്. ഇവിടെ ഒരു മിറൊക്കെ ഉണ്ട്, പൊടിയൊന്നുമില്ല, അത്യാവശ്യം നീറ്റ്നെസ് ഉണ്ട്. പിന്നെ സൈഡിൽ ഓവറിൻ്റെ അവിടെയാണെങ്കിലും സൈഡ് അപ്പറിൻ്റെ ആണെങ്കിലും ഈ ഭാഗത്താണ് ചാർജിങ് പോയിന്റ് വരുന്നത്. നമ്മുടെ കോച്ച് കുറച്ച് പഴയതാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ള കോച്ച് S7, അത് കുറച്ച് കിട്ടിലും കോച്ചാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഇതായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഈ ട്രെയിന് മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം 2 തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണിത്. ഈ ട്രെയിനിൽ മലയാളികളൊക്കെ വളരെയധികം കുറവാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർ, അതായത് ഹിന്ദിക്കാരാണ് കൂടുതലായിട്ടുള്ളത്. കന്യാകുമാരിയൊക്കെ കണ്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് രാമേശ്വരം ഭാഗത്തേക്ക് പോകുന്നവർ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള കൂടുതലും യാത്രക്കാരും. ഇതിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് പറയുമല്ലോ. ഞങ്ങൾ ഇതിനു മുന്നേ 2 തവണ ഈ ട്രെയിൻ ബുക്ക് ചെയ്തതാണ്. പോകാൻ പറ്റിയില്ല, ക്യാൻസലാക്കിയതാണ്. ഒരു വട്ടം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തിന് മുന്നെയാണ്. അതായത് ഇത് ഉത്കൃഷ്ട കോച്ച് ഉണ്ടാകുന്ന സമയത്ത് ബുക്ക് ചെയ്തതാണ്. ആ സമയത്ത് പോകാൻ പറ്റിയില്ല, അങ്ങനെ ക്യാൻസൽ ചെയ്തു. പിന്നെ രണ്ടാമത് ഈ അടുത്ത് തന്നെയാണ് മലേഷ്യയിലേക്ക് പോകുന്നതിന് മുന്നേ ബുക്ക് ചെയ്തതാണ്. അത് വീണ്ടും ക്യാൻസലാക്കി. പക്ഷേ 3ാമത് ഇപ്പോഴാണ്, അതെന്തോ പോകാൻ പറ്റി കേട്ടോ.
ഇവിടെ കന്യാകുമാരിയിൽ നിന്നും രാമേശ്വരത്തേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 295 രൂപയാണ്. കന്യാകുമാരിയിൽ നിന്നും കറക്റ്റ് 11 മണിക്ക് തന്നെ രാമേശ്വര എക്സ്പ്രസ് ഇതാ പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷൻ. കന്യാകുമാരിക്കും രാമേശ്വരത്തിനും ഇടയിൽ ഈ ട്രെയിനാകെ 8 സ്റ്റോപ്പുകളാണുള്ളത്. 11:20 ട്രെയിൻ ഇതാ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഈ ട്രെയിനിൽ കയറാൻ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഇനി വള്ളിയൂരാണ്. ഈ ട്രെയിൻ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ തിരുനെൽവേലി, മധുരൈ, മാനാമധുരൈ, പരമക്കുടി വഴിയാണ് നേരെ രാമേശ്വരത്തേക്ക് പോവുക. വെളുപ്പിന് 2:50 ഈ വണ്ടി മധുരയിലെത്തുക. നേരത്തെ തന്നെ പറഞ്ഞു, അവിടെ എത്തിയതിനു ശേഷം ലോക്കോ റിവേഴ്സലുണ്ട്. ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ രാവിലെ മുതൽ കാണാം. 4:37 ട്രെയിൻ ഇപ്പോൾ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ രാമനാഥപുരത്തേക്ക് ഇതാ ട്രെയിൻ എത്തി. 5:01 ഇപ്പോൾ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1. ഒരുപാട് പേര് ഇവിടെയൊക്കെ ഇറങ്ങാനുണ്ട് കേട്ടോ. രാമനാഥപുരം. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള രാമേശ്വരം. 5:03 രാമനാഥപുരത്ത് നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഏർവാടി ദർഗയിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ട്രെയിനിൽ വന്ന് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് 29 കിലോമീറ്റർ ആണ് ദൂരം. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് ഏർവാടി പോകണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ട്രെയിനിൽ വന്നാൽ മതിയാകും. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ രാമേശ്വരം എത്തുന്നതിന് മുന്നേ ആണല്ലോ പാമ്പം പാലം. രാവിലെ തന്നെ ട്രെയിനിൽ നിന്ന് തന്നെ ഫ്രഷ് ആകാമെന്ന് കരുതി. ഇനിയിപ്പം വളരെ പെട്ടെന്ന് തന്നെ രാമേശ്വരത്ത് എത്തുമല്ലോ. അങ്ങനെ പാമ്പം പാലം വഴി ഇതാ ട്രെയിനിൽ യാത്ര പോവുകയാണ്. അങ്ങ് മുന്നിൽ കാണുന്നതാണ് റോഡ്. ഇത് പഴയ പാലാണ്. ഞങ്ങളെന്തായാലും ഈ പാമ്പം പാലത്തിൻ്റെ പകൽ കാഴ്ച കൂടെ പകർത്തുന്നുണ്ട്. അത് നിങ്ങൾ കാണുക അടുത്ത വീഡിയോയിലായിരിക്കും. നല്ല കാറ്റാണ് കേട്ടോ. സമയത്ത് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പാലത്തിന്റെ മെയിൻ ഭാഗത്ത് നമ്മളിപ്പോൾ എത്തും. കന്യാകുമാരിയിൽ നിന്നും 407 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 5:44 ഇപ്പോൾ. വെളിച്ചം വന്ന് തുടങ്ങി. പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ ചെറിയൊരു വളവുണ്ട്. ഇത് താമ്പരം രാമേശ്വരം എക്സ്പ്രസ് ആണ്.
ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. പാമ്പൻ എക്സ്പ്രസ് രാമേശ്വരത്ത് നിന്നും 5:45 മധുരയിലേക്ക് പോകുന്ന പാസഞ്ചർ. തിരക്കേയില്ല വണ്ടിയിൽ, രാവിലത്തെ സർവീസ് അല്ലേ. തിരക്ക് വരണമെങ്കിൽ ആ ഒരു 10 മണി കഴിയണം. രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ വണ്ടി ഇതാണ്. 9:20 ഇത് മധുരയിലെത്തും. ഞങ്ങൾ ഈ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ കൂടുതലും ഹിന്ദിക്കാരാണ്, അതായത് നോർത്ത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞില്ലേ, അപ്പം അവർ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഈ ട്രെയിനിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേഷൻ തന്നെ ഫ്രഷ് ആവണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തന്നെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളും ഉണ്ട്, നോർമൽ വെയിറ്റിംഗ് ഹാളും ഉണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് പോയി കാണാം. രാമേശ്വരത്ത് റെയിൽവേ ട്രാക്ക് അവസാനിക്കുന്നത് ഇതാ ഇവിടെയാണ്. സ്റ്റോപ്പ് എന്നൊക്കെ എഴുതി കാണാം. അവിടെ തന്നെ രാമേശ്വരം എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. വെയിറ്റിംഗ് ഹാളൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. താഴെ ഭാഗം വഴി നടക്കുമ്പോൾ ഈ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് AC വെയിറ്റിംഗ് ഹാൾ ഉള്ളത്. 1 മണിക്കൂർ നേരത്തേക്ക് 20 രൂപയാണ് ഇവിടെ ആവുന്നത്. പിന്നെ ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പോയിട്ട് ആ ഭാഗത്തെത്തിയാൽ അവിടെ വെയിറ്റിംഗ് ഹാൾ തന്നെയാണ്, അത് ഫ്രീ ആണ്. ഇപ്പോൾ ടോയ്ലറ്റും ബാത്റൂം ഒക്കെ അവിടെയും അവൈലബിൾ ആണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ്. നല്ല രീതിയിൽ തന്നെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ഓട്ടോറിക്ഷകളാണ് ഈ സമയത്ത്. നല്ല തിരക്ക് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ വന്ന ഒരു ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി പോകുന്നവർ തന്നെയാണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കാൻ പറ്റുക ഈ ഒരു സമയത്ത് തന്നെയാണ്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയാൽ പിന്നെ നല്ല ചൂട് വരും. എന്തൊരു തിരക്കാണെന്ന് നോക്കിയേ. രാമേശ്വരത്ത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓൺലൈൻ വഴി നോക്കിയ സമയത്ത് കണ്ടില്ല, എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ആകാം. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിലാണെന്നാണ് തോന്നുന്നത് ഈ ഒരു സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ്. ഇന്നലെ രാത്രി നാഗർകോവിലിന് ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞാണല്ലോ, അതിനുശേഷം ഈ ട്രെയിനിൽ ഞങ്ങൾ ഒട്ടും തന്നെ ഉറങ്ങിയില്ല എന്ന് പറയാം. അതിൻ്റെ മെയിൻ കാരണം നാഗർകോവിലിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലോവർ ബർത്തിൻ്റെ ഭാഗത്ത്. അവർ കയറിയിട്ട് 11:30 ശേഷമാണ് രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയാം, ഈ റെയിൽവേ റൂൾ പ്രകാരം രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഒന്നും ഓണാക്കാൻ പാടില്ല എന്നാണ്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് നേരം ഓണാക്കിക്കോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരൊന്ന് ഓഫാക്കണ്ടേ. അതിനുശേഷം ഇവരുടെ വീട്ടുകാര്യങ്ങളായല്ലേ നവി മുഴുവൻ കുശലം പറച്ചിലാണ്. ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സിവിക് സെൻസ് ഇല്ല എന്ന് പറയാം. ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഇതേപോലത്തെ അവസ്ഥ വരിക. അപ്പോൾ ഈ ട്രെയിനിൽ ഞങ്ങൾ പറഞ്ഞല്ലോ കൂടുതലും ഇവരാണെന്ന്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാ സ്വന്തം കാര്യം മാത്രം നോക്കി യാത്ര ചെയ്യാന്നാണ്. മെയിൻ ആയിട്ട് ഈ ഗ്രൂപ്പില് ഒരു ഗ്യാങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാം. കാരണം വെച്ചാൽ രാവിലെ എണീറ്റ് പാട്ട് വെക്കുക, എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവം. അതിന് പുറമെ തന്നെ മധുരയിൽ വണ്ടി എത്തിയല്ലോ. മധുരയിൽ എത്തിയ ശേഷം വീണ്ടും കുറെ ആൾക്കാർ കയറി, അങ്ങനെ വീണ്ടും ലൈറ്റ് ഒക്കെ ഓണാക്കി. എല്ലാ രാമേശ്വരത്തേക്ക് വരുന്ന വിശ്വാസികളായിരിക്കും. വിശ്വാസികളാണെങ്കിലും നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നതാണല്ലോ. എന്നാൽ ഇവർക്ക് ഒരു അത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. അത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് ഉറങ്ങാത്തോണ്ട് തന്നെ ഇന്ന് പകല് മൊത്തം ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. രാമേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു പ്രധാന ഭാഗം ഇവിടെയാണ്. രാമേശ്വരം എന്നൊക്കെ എഴുതിയത് കാണാം. ആ ഒരു തൂണിന്റെ ഡിസൈനിങ് ഒക്കെ കണ്ട അടിപൊളിയല്ലേ. ഇനി സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോവുകയാണേ. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള ഷെയർ വണ്ടികൾ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ പിന്നെ നടന്നിട്ടായാലും പോകാം. കാരണം രാവിലെ തന്നെ നടക്കാൻ നല്ല സുഖമാണ്. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. അവിടുന്ന് നേരെ ഈ കാണുന്ന റോഡ് വഴിയാണ് ഇനിയിപ്പോൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത്. ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തിയാൽ അവിടെയും ഒരുപാട് റൂംസൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾ ധനുഷ്കോടി ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബസ് കിട്ടും.
ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. ആ ബസ് ഉള്ളത് ക്ഷേത്രത്തിന്റെ ആ ഭാഗത്താണ്. പാമ്പനിലേക്ക് പോകുന്നൊരു ബസ്സാണ്. ഇതിന് ആരും ഇല്ല കേട്ടോ, രാവിലെ തന്നെ തിരക്കേ ഇല്ല. ഇതാണ് മെയിൻ റോഡ്. ഈ ഭാഗത്ത് കൂടുതൽ ഇതുപോലുള്ള വണ്ടികളാണ് കേട്ടോ. ഇങ്ങനെയുള്ള വണ്ടിയില്ലേ, ഇതാണ് കൂടുതലും ധനുഷ്കോടിയിലേക്ക് ഉണ്ടാവുക. അതായത് ഷെയർ ചെയ്ത് പോകാൻ പറ്റും. രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെ ശിവ എന്നൊക്കെ എഴുതിയതൊക്കെ കാണാം. നല്ലൊരു കൊത്തുപണിയാണ് കേട്ടോ. ഇത് വെസ്റ്റ് ടവർ എൻട്രൻസ് ആണ് കേട്ടോ. ഇതുവഴി തന്നെയാണ് ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ വരിക. നമ്മളെന്തായാലും കുറച്ച് മുന്നിലോട്ട് പോയിട്ട് കയറാമെന്ന് കരുതി. സമയം 6:30 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ സമയത്ത് ബസ് കിട്ടുമോ എന്ന് നോക്കാം. കാരണം എത്ര മണിക്കാണ് ഇവിടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. 6 മണിയാണോ 7 മണിയാണോ എന്നുള്ളതിലൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ഈ ബസ്സാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതല്ല. ഇതിൻ്റെ പുറകിലൂടെ ധനുഷ്കോടി ബസ് വരും. 7 മണിയായി. ധനുഷ്കോടിയിലേക്കുള്ള ബസ് ഇതാ വരികയാണ്. അങ്ങനെ ഇവിടുന്ന് ഇതാ ബസ് എടുത്തു. നിങ്ങൾ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് പോയാലാണ് സീറ്റ് കിട്ടുക കേട്ടോ. ഇനിയിപ്പം കയറുന്നവർക്ക് സീറ്റൊന്നും ഇല്ല. രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ബസ്സിനൊരാൾക്ക് ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ധനുഷ്കോടിയിലെ പ്രേത നഗരത്തേക്ക് ഇതാ എത്തുകയാണ്. ഗോസ്റ്റ് ടൗൺ. ഇവിടെയാണ് പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത്. 1964 ചുഴലിക്കാറ്റിൽ തകർന്നു പോയൊരു സ്റ്റേഷൻ വരുന്നത്. ഇവിടെ തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ട്. അവിടെ തുറന്നാണ് ലൈറ്റ് ഹൗസ്. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ കിട്ടും ഇവിടുന്ന്. ഈ റോഡ് വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. 2 ഭാഗത്തും കടൽ തന്നെയാണ്. നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പം 7:35 35 മിനിറ്റ് യാത്ര മാത്രമേ ഈ ബസ്സിലുള്ളൂ. ഈ വണ്ടി ഇനി 8 മണിക്കാണ് തിരിച്ച് രാമേശ്വരം ഭാഗത്തേക്ക് പോവുക. ഇവിടെ വരെ ബസ് വരുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നടന്ന് പോവാനുണ്ട്. ഇവിടെ കണ്ട നല്ല ശാന്താണ്. നമുക്കെന്തായാലും ഇതിൽ വരാൻ പറ്റുമോ നോക്കാം. ഇപ്പം അങ്ങ് അവിടം വരെ നടന്നു പോകാനുണ്ട്. ഇപ്പം ഇവിടെ പണി നടക്കാണ് കേട്ടാ. അതുകൊണ്ടാണ് ബസ് എത്രയോ പുറകില്. പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സികളൊക്കെ ആ മുൻഭാഗം വരെ പോവും. പക്ഷെ ബസ് പോവാത്തതിന്റെ റീസൺ ഇവിടെ ഈ ഒരു കല്ല് കൊണ്ടിട്ടത് കൊണ്ട് തന്നെ ബസ്സിനെ അവിടുന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ്. ഞാൻ വലിയൊരു അപ്ഡേഷൻ പറയാം. നമ്മൾ വന്ന വഴി അതാണ്. ഈ ഭാഗത്ത് മുഴുവനും മണലാണ്. അതായത് നമ്മൾ ആ ഒരു ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരുപാട് മണലാണ്. അങ്ങ് അവിടെ ഒരു സർക്കിൾ ഉണ്ട്. അവിടെ പോയിട്ടാണ് ബസ്സും വണ്ടികളൊക്കെ തിരിഞ്ഞു വരിക. നമ്മുടെ അശോക സ്തംഭം ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കടൽ കയറിയതാണ്. പ്രകൃതിൻ്റെ ഓരോരോ മാറ്റങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരുപാട് കടൽ ഇറങ്ങി. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇതാ ഈ ഭാഗത്തേക്കൊന്നും വരാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇപ്പം നോക്കി എത്രയോ പുറകിലോട്ട് കടലിറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ധനുഷ്കോടി രാമേശ്വരം ഭാഗത്ത്, അതായത് ഇവിടെ എല്ലാ വർഷവും ചെറിയ ചെറിയ തോതിലുള്ള മാറ്റങ്ങളാണ്. ചിലപ്പോൾ ഈ ഭാഗമൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ കടലെടുക്കാം, അല്ലെങ്കിൽ കടൽ ഒരുപാട് ഇറങ്ങാം. അങ്ങനെ പലതും സംഭവിക്കുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ വരുമ്പോ ഈ ഒരു കാഴ്ച കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. നമ്മളാ ഒരു സ്തംഭത്തിന്റെ ഭാഗത്തല്ലേ നേരത്തെ ഫോട്ടോ. ഞാൻ ആ വണ്ടിയൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോന്റെ സൈഡിൽ മൊത്തം വണ്ടികളാണ്. ഇങ്ങോട്ട് കേറുന്നില്ല. ഇതിലൂടെ നടക്കാൻ പറ്റുന്നില്ല കേട്ടാ. കാരണം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു റോഡിന്റെ ഭാഗമാണ് കേട്ടാ. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇവിടെ ഈ ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നാണ് വണ്ടികളൊക്കെ തിരിഞ്ഞെടുക്കാൻ പറ്റുന്നത്.
ഇവിടെ മാത്രം കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് ഇതാണ് മെയിൻ റോഡ്. ആ ഒരു റോഡിൻ്റെ കാഴ്ചയാണ് ഇപ്പം ഇങ്ങനെ. അതായത് ഇത്രയും കട്ടിയിലാണ് ഇവിടെ ഇപ്പോൾ മണൽ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു കടൽ തന്നെയാണ് ഇങ്ങോട്ട് കയറുന്നത്. രണ്ട് ഭാഗത്തും ഉണ്ടല്ലോ. രാമസേതു അതങ്ങ് അവിടെയാണ്. ശ്രീലങ്ക നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നോക്കിയാലൊന്നും കാണില്ല കേട്ടാ. പക്ഷെ ഞങ്ങൾ ശ്രീലങ്കൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ഈ ഒരു രാമേശ്വരത്തിൻ്റെ ഈ ഒരു ഭാഗത്തെയും നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 10-30 കിലോമീറ്ററിന് മുകളിലുണ്ട് ദൂരം. ഈ ഭാഗത്തിപ്പോൾ കല്ലുകൊണ്ട് നല്ലൊരു ഭിത്തി കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ വരെയായിരുന്നു വരാനായി പറ്റിയിരുന്നത്. ഇതാ ഈ ഭാഗം മുഴുവനും ക്ലിയറായി. നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും. അങ്ങ് അവിടെയായിട്ട് രാമസേതുവിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുൻഭാഗത്തേക്ക് പോയാൽ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടില്ലേ? നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതൊരിക്കലും സേഫായ ഒരു സ്ഥലമല്ല. ഇന്നോ അല്ലെങ്കിൽ നാളെ ഇത് അപ്രത്യക്ഷമായേക്കാലേ. കാരണം ശരിക്കും നമുക്കിത് വന്ന് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞങ്ങൾ 2019 അതായത് നമ്മുടെ യാത്രകൾ തുടങ്ങിയ സമയം മുതൽ ധനുഷ്കോടിയിൽ വരുന്നതാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാറ്റം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് അത്ഭുതം മാത്രമല്ല, നല്ല രീതിയിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നാളെ ഇവിടെ എന്ത് സംഭവിക്കാമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ആ ഒരു അറ്റം വരെ പോവാം. ഇവിടുന്ന് നേരെ നോക്കുന്ന അങ്ങ ഭാഗത്താണ് ശ്രീലങ്ക. നമുക്ക് രാമേശ്വരാണെങ്കിൽ അവർക്ക് മന്നാറാണ്, നമ്മൾക്ക് ധനുഷ്കോടി പറയുമ്പോൾ അവർക്ക് തലൈമന്നാർ. ഈ തലൈമന്നാറിലൊക്കെ പോയിട്ട് ഞങ്ങൾ കിട്ടിലും വീഡിയോ ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അന്ന് അവിടെ പോയിട്ട് ഈ ധനുഷ്കോടിന്റെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാണാനൊന്നും പറ്റിയില്ല. ഈ രാമസേതു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഇതിലൂടെ വന്ന് 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 അങ്ങനെ പോകും കേട്ടാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ ശ്രീലങ്കയൊന്നും കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് ദൂരമുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ കാറ്റാടി മരമൊക്കെ ഉണ്ട്. വിസിബിൾ ആയാൽ ചിലപ്പോൾ അത് കാണാൻ പറ്റിയേക്കാം. ഇന്ന് ഇവിടുന്ന് ഇതാ എന്ത് കാണാനാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. രാമസേതുവിനെ പറ്റി പറയുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയിലേക്ക് ഇതൊരു പാലമായിട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ശ്രീലങ്ക എന്ന രാജ്യത്തേക്ക് പോയായിരുന്നു. ഇതും ഓരോ വർഷം കൂടുമ്പോഴും വെള്ളത്തിനടിയിലാവുകയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തും വരുന്നുണ്ട്. കടലല്ലേ, എന്തും സംഭവിക്കാം. ഈ രാമസേതുവിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ മതത്തിലും ഇതിന് ഓരോരോ പേരാണ്. ശ്രീലങ്കയിൽ തന്നെ ഇതിനെ ആഡംസ് ബ്രിഡ്ജ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് മടങ്ങാം. ഒരുപാട് നേരമായി ഞങ്ങളിവിടെ. ഈ ഭാഗത്ത് നല്ല തിരയാണ് കേട്ടോ. ഒരുപാട് പേര് രാവിലെ തന്നെ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്തൊന്നെങ്കിൽ വരിക, അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ടൈമിൽ വരിക. ഒരിക്കലും ഉച്ച സമയത്തൊന്നും വരരുത്. കാരണം നമുക്ക് മര്യാദക്കൊന്നും നടക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പോൾ നല്ല തിരക്ക് വന്ന് തുടങ്ങുകയാണേ. ഞങ്ങളിനിപ്പോൾ നേരെ ആ ബസ് കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവുക. ഇവിടെ ഒരുപാട് കേരള വണ്ടികളൊക്കെ ഉണ്ട്. പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്ന് വരെ വന്ന വണ്ടികളുണ്ട് ഇവിടെ. പഞ്ചാബിൽ നിന്ന് വന്നൊരു ധാറുണ്ട്. ബസ്സിന് വേണ്ടി ഇനി വെയിറ്റിംഗ് ആണ്. 8:20 ഇപ്പോൾ. ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. ഇത് അവിടെ നിന്ന് തന്നെ ഷെയറിംഗ് ഒക്കെ ചെയ്ത് വരുന്നതാണ്. അരമണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറാകാനായി. 9 മണിയാകാനായി. ഇതുവരെയായിട്ടും ബസ് ഇവിടെ വന്നിട്ടില്ല. കറക്റ്റ് 9 മണിക്കാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള ബസ് വരുന്നത്. ഇനി ബസ് ഇവിടെ നിന്ന് വളച്ചെടുക്കുകയാണ്. നല്ലൊരു വ്യൂ അല്ലേ? നമ്മുടെ പോയൊരു ഭാഗം. ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്.
രണ്ട് ഭാഗത്തും കടലാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പം പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ JCB ഒക്കെ ഉണ്ട്. അങ്ങനെ ഗോസ്റ്റ് ടൗണിന്റെ ഭാഗത്തേക്ക് ഇതാ വസിക്കുകയാണ്. ലൈറ്റ് ഹൗസും പഴയ റെയിൽവേ സ്റ്റേഷനും പഴയ പള്ളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗം. പഴയ പള്ളിയുള്ളത് ഇവിടെയാണ്. നമ്മൾ വന്ന ബസ് പോവാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തി. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ട്രെയിൻ കയറി ഇവിടെ രാമേശ്വരത്തെത്തി. രാമേശ്വരത്ത് നിന്ന് രാവിലെ തന്നെ ധനുഷ്കോടി പോയി തിരുച്ചിപ്പിത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പാമ്പം പാലം വഴിയുള്ള പകൽ കാഴ്ചകളാണ്. ഞങ്ങൾ ട്രെയിൻ കയറി ആദ്യം മധുരൈ പോവും, അവിടുന്ന് നേരെ തിരുനെൽവേലി. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.